എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ നിന്ന് ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജലമന്ത്രാലയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. നിർദ്ദേശം ആപ്പ് നേതാക്കൾ പുറത്തുവിട്ടു. ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെയും മലിനജലത്തിൻ്റെയും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിൽ താൻ ആശങ്കയിലാണ്. താൻ ജയിലിലായതിനാൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. വേനൽക്കാലവും വരുന്നു. ജലക്ഷാമമുള്ളിടത്ത് വെള്ളം എത്തിക്കാൻ ടാങ്കറുകൾ ക്രമീകരിക്കുക. പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ചീഫ് സെക്രട്ടറിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഉചിതമായ ഉത്തരവുകൾ നൽകുക. പൊതുപ്രശ്നങ്ങൾക്ക് ഉടനടി ഉചിതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കണം. ആവശ്യമെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ സഹായം തേടണം. ഉത്തരവിൽ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. BJPയും കേന്ദ്ര സർക്കാരും ചേർന്നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് ആപ്പ് മന്ത്രി അതിഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാലും ഡൽഹിയിലെ ഒരു പ്രവർത്തനവും നിലയ്ക്കില്ല. ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിന് വോട്ടർമാർ മാത്രമല്ല, കുടുംബാംഗങ്ങളാണ്. കസ്റ്റഡിയിലാണെങ്കിലും ഡൽഹിയിലെ ജനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്നും അതിഷി പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത്. മദ്യനയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിനായി മാർച്ച് 28 വരെ അദ്ദേഹത്തെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അറസ്റ്റിലായെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, ജയിലിൽ വെച്ചും ഭരണം തുടരുമെന്ന് ആപ്പ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. കെജ്രിവാൾ കുറ്റക്കാരനല്ലെന്ന് തെളിയുന്നതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമില്ലെന്നും അതിഷി പറഞ്ഞിരുന്നു. എന്നാൽ നിയമപരമായി ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഭരണഘടനാ പ്രതിസന്ധിയുണ്ടാക്കുമെന്നാണ് നിയമം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെയും മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും മറ്റൊരാളെ മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ച് രാജിവെക്കുകയാണുണ്ടായത്. ഇതിന് ഉദാഹരണമാണ് ലാലു പ്രസാദ് യാദവും ഹേമന്ത് സോറനും അടക്കമുള്ളവർ. കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ലാലു പ്രസാദ് യാദവ് അറസ്റ്റിലാവുമ്പോൾ ഭാര്യ റാബ്രി ദേവിയാണ് ബീഹാർ മുഖ്യമന്ത്രിയായത്. സമാന രീതിയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജനുവരിയിൽ ED അറസ്റ്റിലായപ്പോഴും മുഖ്യമന്ത്രി പദം ചമ്പൈ സോറനെ ഏൽപ്പിച്ചിരുന്നു. സമാന രീതിയിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള വഴികൾ കേന്ദ്രം ആലോചിക്കുന്നുണ്ടെന്നാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം. അറസ്റ്റിലായ പൊതുസേവകനെ സ്ഥാനത്തു നിന്ന് പുറത്താക്കുക എന്നതാണ് തുടർവരുന്ന രീതി. ഇത് കെജ്രിവാളിൻ്റെ കാര്യത്തിലുണ്ടാവുമെന്നാണ് സൂചന. അറസ്റ്റിനെതിരെയുള്ള കെജ്രിവാളിൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളിയാൽ തിഹാർ ജയിലിലേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോവുക. ജയിൽ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ജോലി തുടരാനുള്ള പ്രത്യേക പരിഗണനയൊന്നും അവിടെ ലഭിക്കില്ല. ജയിൽ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും കെജ്രിവാളിൻ്റെ കാര്യത്തിലുണ്ടാവുമെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കെജ്രിവാൾ രാജിവെക്കാൻ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ ചുമതല ആർക്ക് നൽകുമെന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലീനയിലേക്കായിരിക്കും ഡൽഹി മുഖ്യമന്ത്രിയുടെ ചുമതലയെത്തുക. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകയും AAP വക്താവുമായ അതിഷി 2013 പാർട്ടിയുടെ ഭാഗമാകുന്നത്. AAPയുടെ ഏറ്റവും ഉയർന്ന ബോഡിയായ രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയാണ് അതിഷി.